അജിത, അദ്ദേഹം കുടുംബകാര്യം മുഴുവൻ പറഞ്ഞു. കിൻഡർ ഗാർഡൻ ഉണ്ടായിരുന്നു, അതായിരുന്നു വരുമാനം. അതിപ്പം നിന്നു. ജോലി വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. പിന്നെ ഇപ്പം ഏക ആശ്വാസം ആ 11 മാസമോ 1 വയസ്സാകാറായിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അജിതയ്ക്ക് പറയാനുള്ളത്? ഈ പന്തളം സുധാകരൻ എന്ന കോൺഗ്രസിൻ്റെ ഒരു സംയുക്ത ഭടൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് 2 വാക്ക്? ഒരു ഫാമിലി മാനാണ്. എവിടെ യാത്രയായാലും വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് ഫോൺ വിളി ചെയ്യും. പിന്നെ വീട്ടിലെല്ലാ കാര്യവും ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? ഞാൻ ലയോള കോളേജിലാണ് MSW ചെയ്തിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ ഷാനിമോൾ എന്ന് പറഞ്ഞ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഇപ്പം MLA ആയിരുന്നു. ഇപ്പം ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വേറെ ബെറ്റി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് MLA ഹോസ്റ്റലിൽ പോണതാണ്. അങ്ങനെയാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി പോയി. 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് പോയി ഞങ്ങൾ കണ്ടു. അപ്പൊ അത് മനഃപൂർവ്വം പറഞ്ഞാണല്ലേ? അതാണ് ചേട്ടന്റെ ഒരു അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇവിടാണ് ഏറ്റവും ആപ്റ്റായത്. കാരണം ഇത് വേണമെങ്കിൽ സൈൻ ചെയ്തെങ്കിൽ വിടാം, പക്ഷെ 2 ദിവസം കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് 1 മാസമായി 2 മാസമായി. പിന്നെ ഫോൺ വിളിക്കും. പിന്നെ ലാസ്റ്റ് ജീവിതത്തിലോട്ട് തന്നെ വാ. അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും സന്തോഷമായിട്ട് സന്തുഷ്ട കുടുംബത്തോടെ. ഓക്കെ, ഇതുപോലത്തെ ആൾക്കാരുണ്ടോ? ശരിക്കും ഉറപ്പായിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ചിലപ്പോ ഈ സംഘർഷം ഉണ്ടാവുന്ന പരിസരത്തൊക്കെ ഇല്ലാത്തവരുടെ പേരായിരിക്കും പത്രത്തിൽ വരുന്നത്. ഈ അടി കിട്ടിയവർ ആശുപത്രിയിലായിരിക്കും, അവനറിയുന്നില്ല അവന്റെ പേര്. ഇല്ല, ഞാൻ ജനറലായിട്ട് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ മുൻനിരയിൽ നിന്നിട്ട് ഈ വഴക്കുണ്ടാക്കാനും പീരങ്കിയുടെ വെള്ളമൊക്കെ അടിച്ച് കാലൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കും. അവർക്കൊക്കെ പിൽക്കാലത്ത് എന്താണ് ഒരു സ്ഥാനം കിട്ടുന്നത്? അത് ഒരു സമരം അല്ലെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ ചിലർ വളരെ ഒരു അജിറ്റേറ്റിംഗ് മൂഡിലായിരിക്കും. അവർ വലിയ ആവേശം കാണിക്കും. അവരാണ് ഈ ചിലപ്പോൾ ഈ പോലീസിൻ്റെ അടിയൊക്കെ കിട്ടുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഓരോ കാലഘട്ടമാണല്ലോ, പ്രത്യേകിച്ച് യുവാക്കളാണല്ലോ ഈ സമരം. അതെ, യൂത്ത് കോൺഗ്രസ് ആയാലും SFI ആയാലും DYFI ആയാലും BJP ആയാലും. അപ്പോൾ ആ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ്. പക്ഷെ പിൽക്കാലത്ത് അവർ പലരും നേതൃരംഗത്തേക്ക് വരാറില്ല. അവരവരുടെ മറ്റൊരു മേഖലയിലേക്ക് പോകും. അതേസമയം ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടിയിൽ എന്താണ് ചേട്ടൻ്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ അവർക്കുള്ള ഒരു ഉപദേശം എന്താണ്? ഒരിക്കലും ഒരു പാർട്ടി നേതാവും ഒരു പാർട്ടി പ്രവർത്തകരും ഒരു സംഘർഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആവേശമുണ്ടാകുമ്പോൾ ചിലപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ആ സംഘർഷം മുതലെടുക്കുന്നതിന് അന്നത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇടയാക്കുന്നത് സത്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു വഴക്കിലേക്ക് പോകാതെ ഈ സമാധാനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൊന്നും വരില്ല. അതാണ് സത്യം. അപ്പോൾ പക്ഷേ അതൊരു നിയന്ത്രണം വിട്ടു പോകുന്നൊരു വരാതെ അതിൻ്റെ ഒരു സംസ്കാരമുണ്ടല്ലോ, ആ നിലയിൽ വന്നാൽ തീർച്ചയായിട്ടും നല്ലതാണ്. അവരൊക്കെ വീണ്ടും നേതൃനിരയിലേക്ക് വരികയും ചെയ്യും. അല്ലാതെ അടി കൊടുക്കാനും അടി കൊള്ളാനും ഒരു ഗുണ്ടാപ്പണിയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണരുത്. ആരെയാണ് നടീനടന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം അജിത്ത് പാലക്കാടല്ലേ? ഇപ്പൊ ഇടയ്ക്ക് വന്നിരുന്നു അമ്പലത്തിൽ. അപ്പൊ അതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, പൊതുവെ അജിത്ത് അല്ലേ? അതെ. പിന്നെ ലേഡീസിലോ മഞ്ജു വാര്യർ. ആരുടെ ചോദിച്ചാലും പറയുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, മഞ്ജു വാര്യർ. അപ്പം നിങ്ങളുടെ 2 പേരെടുത്തും കൂടെ ഒരു ചോദ്യം ചോദിക്കാൻ, AK ആന്റണിയുമായിട്ടുള്ള സൗഹൃദം എന്താണ്? AK ആന്റണിയെ പോലെയുള്ള ഒരു മഹാരഥനായ നേതാവിന്, ഒരു മനുഷ്യ സ്നേഹിക്ക് ഒരു സൗഹൃദമല്ല, അതിനേക്കാൾ അപ്പുറമായ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിൽ എല്ലാവർക്കും ഉള്ളത്. ചെറുപ്പം മുതൽ, സ്കൂൾ ക്ലാസ് മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ മാത്രമല്ല, എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഒരു ചിന്ത ഇപ്പോഴും നിലനിൽക്കുന്നു. ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബസമയം ഡൽഹി പോകുമ്പോഴൊക്കെ, അദ്ദേഹം സ്ഥിരം ഡൽഹിയിലായപ്പോഴൊക്കെ ഞാനും മകളും ഞങ്ങൾ സകുടുംബം ഡൽഹിയിൽ അദ്ദേഹത്തെ പോയി കാണുക എന്ന് പറയുന്നൊരു അഭിമാനമാണ്. കാണാറുണ്ട്.
ഇപ്പോഴും ആ നല്ല ബന്ധം തുടരുന്നു. തുടരും. എന്താണ് അദ്ദേഹത്തിൽ കാണുന്ന ഒരു നല്ല ക്വാളിറ്റി? അദ്ദേഹത്തിൽ കാണുന്ന ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്, നുണയധികം കേൾക്കാതെ ഒരാളെ വിലയിരുത്തുന്നു, മനസ്സിൽ നന്മയുണ്ട്, ഒരു ലാളിത്യമാണ്. അല്ല, ഇങ്ങനെ വളരെ സാത്വികനായി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ പറ്റില്ല. പക്ഷെ അതിലൊരു അത്ഭുതമാണ് പുള്ളി. കാരണം ശരിയല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ഡിവൈൻ കഴിവ് വന്ന് കാണും. കാരണം കെ ആന്റണിയെ പോലെ ഒരു ടിപ്പിക്കൽ ആളുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വലിയ പ്രയാസമാണ് നിലനിൽക്കാൻ. എല്ലാ അടിതടവും പഠിച്ച ഒരാൾക്ക് ഏത് പാർട്ടിയെല്ലാം നിൽക്കാൻ പറ്റും. പക്ഷേ കെ ആന്റണി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിലുള്ള ആ ഒരു നന്മയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എൻ്റെ കേട്ടറിവിൽ നിന്നാണ്. കാരണം ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ, വെറും നിസ്സാര ഒരു ചെറിയ പാട്ടുകാരനാണ്. പക്ഷേ എനിക്കൊരു ഒരാൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു പാട്ട്, അതായത് സൂര്യകിരീടം വീണുടഞ്ഞു എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടണം. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ആ പാട്ട് എഴുതി രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം നൽകി രാത്രി ഒരു 2-3 മണിക്ക്, വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എന്നെ വിളിക്കുകയാണ്. മേടയിലെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം 3 മണിക്ക് വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഉള്ള ഫോണിലാണ് വിളിക്കുന്നത്. ആ ഫോണിൽ ലാൻഡ് ഫോണാണല്ലോ, അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ. വിളിച്ചിട്ട് രാധാകൃഷ്ണൻ ചേട്ടനാണ്. അപ്പോൾ എന്നെ എപ്പോഴും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ആളല്ലേ. ഞാൻ ഉറക്കച്ചടവോടുകൂടി ആ ഫോൺ എടുക്കുന്നു. അപ്പോൾ എന്നോട് പറയുന്നു, ഞാൻ ഗിരീഷിന് കൊടുക്കാം എന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ പറയുന്നു. അപ്പോൾ ഗിരീഷ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ജീവിതത്തിൽ ഏറ്റവും പുണ്യം ചെയ്തവനാണ്. അത്ര മനോഹരമായ ഒരു പാട്ട് ഞാൻ എഴുതിയത്, അത്ര മനോഹരമായ ഒരു ഈണത്തിൽ രാധാകൃഷ്ണൻ ചേട്ടൻ മലയാള സിനിമാ ലോകത്തിന് നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും രാധാകൃഷ്ണൻ ചേട്ടനെ കൊടുക്കുന്നു. അദ്ദേഹം ആ പാട്ട് എനിക്ക് മൂളിത്തരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് പിറന്ന് നിമിഷങ്ങൾക്കുള്ളിൽ കേട്ട ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു, നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അത് വളരെ മനോഹരമായിട്ട് എഴുതിയ ഒരു പാട്ടും ചേട്ടൻ ട്യൂൺ ചെയ്തും എനിക്ക് പാടാൻ കിട്ടിയതും ഒരു മഹാഭാഗ്യമാണ്.